ഡൽഹിയിൽ അധികാര തുടർച്ച മോഹിക്കുന്ന ആം ആദ്മിക്കും കെജ്രിവാളിനും ഇക്കുറി കനത്ത തിരിച്ചടി പ്രവചിച്ചിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. രാജ്യതലസ്ഥാനത്ത് ബി.ജെ.പി തരംഗം ആഞ്ഞടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ പ്രവചിക്കുന്നത്. പല സർവേകളും 40-ന് മുകളിൽ സീറ്റുകളാണ് ബി.ജെ.പിക്ക് പ്രവചിച്ചിരിക്കുന്നത്. മാട്രിക്സ് ABP സർവേ 35 മുതൽ 40 വരെ സീറ്റുകൾ ബി.ജെ.പിക്ക് ലഭിച്ചേക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ആം ആദ്മിക്ക് 32 മുതൽ 37 വരെ സീറ്റുകൾ ലഭിച്ചേക്കും. കോൺഗ്രസ് ഇത്തവണയും കനത്ത തിരിച്ചടിയായിരിക്കും രാജ്യതലസ്ഥാനത്ത് നേടുകയെന്നും സർവേ പറയുന്നുണ്ട്. 0 മുതൽ 1 സീറ്റ് വരെയാണ് കോൺഗ്രസിന് സാധ്യത കൽപ്പിക്കുന്നത്. ബി.ജെ.പിക്ക് 39 മുതൽ 44 വരെ സീറ്റുകൾ വരെയാണ് ചാണക്യതന്ത്ര എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ആം ആദ്മി 25 മുതൽ 28, കോൺഗ്രസ് 0 മുതൽ 3 എന്നാണ് പ്രവചനം. JVC എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി.ജെ.പിക്ക് വൻ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. ബി.ജെ.പിക്ക് 39 മുതൽ 45, ആം ആദ്മിക്ക് 22 മുതൽ 31, കോൺഗ്രസിന് 2 എന്നിങ്ങനെ സാധ്യത പറയുന്നു. ഇക്കുറി രാജ്യതലസ്ഥാനം ബി.ജെ.പി ഭരിക്കുമെന്നാണ് PMark's എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചത്. ബി.ജെ.പിക്ക് 39 മുതൽ 49 വരെ സീറ്റുകൾ പ്രവചിക്കുമ്പോൾ ആം ആദ്മിക്ക് 21 മുതൽ 31 സീറ്റുകളിൽ ഒതുങ്ങുമെന്നും എക്സിറ്റ് പോൾ പറയുന്നുണ്ട്. 10 വർഷമായി ഒരു സീറ്റ് പോലും ലഭിക്കാത്ത കോൺഗ്രസിന് 1 സീറ്റാണ് സർവേ പ്രവചിക്കുന്നത്. 27 വർഷത്തിന് ശേഷം ഡൽഹി ഭരണം ബി.ജെ.പിക്കെന്ന് പോൾ ഓഫ് പോൾ എക്സിറ്റ് ഫലം പറയുന്നുണ്ട്. 38 മുതൽ 44 സീറ്റുകൾ വരെയാണ് എക്സിറ്റ് പോൾ ബി.ജെ.പിക്ക് പ്രവചിക്കുന്നത്. ആം ആദ്മിക്ക് ഇക്കുറി 32 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. കോൺഗ്രസിന് ഇത്തവണയും കാര്യമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. 2 സീറ്റുകൾ വരെയാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. അതേസമയം ഇക്കുറിയും ആം ആദ്മി രാജ്യതലസ്ഥാനത്ത് അധികാര തുടർച്ച നേടുമെന്നാണ് വീപ് റിസൈഡ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പാർട്ടിക്ക് സീറ്റുകൾ കുത്തനെ കുറഞ്ഞേക്കും. 46 മുതൽ 52 വരെ സീറ്റുകൾ ആണ് സാധ്യത പറയുന്നത്. ബി.ജെ.പിക്ക് സീറ്റ് ഉയർത്താൻ സാധിക്കും. 2020-ൽ വെറും 8 സീറ്റുകൾ നേടിയ പാർട്ടിക്ക് ഇത്തവണ 18 മുതൽ 23 സീറ്റുകൾ വരെ നേടാനാകുമെന്നാണ് പോൾ ഫലം പറയുന്നത്. കോൺഗ്രസ് ഇത്തവണ 1 സീറ്റ് നേടുമെന്നും പോൾ ഫലം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അരവിന്ദ് കെജ്രിവാൾ തുടർച്ചയായി 4ാം തവണയും ഡൽഹി മുഖ്യമന്ത്രിയാകുമെന്നും മുൻകാലങ്ങളിലെ എക്സിറ്റ് പോളുകളും പാർട്ടിയുടെ പ്രകടനത്തെ കുറച്ചു കാണിക്കുന്നു എന്നുമാണ് AAPയുടെ ദേശീയ വക്താവ് റീന ഗുപ്ത പറയുന്നത്. 2015-ലെയും 20-ലെയും തിരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി തൂത്തുവാരി. എന്നാൽ അങ്ങനെയായിരുന്നില്ല അന്നത്തെ എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നത് എന്ന് റീന ഗുപ്ത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2013, 15, 20 എന്നിങ്ങനെ ഏത് എക്സിറ്റ് പോൾ പരിശോധിച്ചാലും ആം ആദ്മി പാർട്ടിക്ക് സീറ്റുകൾ കുറവാണെന്നാണ് കാണിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ഫലങ്ങളിൽ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിച്ചു എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. എക്സിറ്റ് പോളുകൾ വിശ്വാസയോഗ്യമല്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സോംനാഥ് ഭാരതിയും പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമല്ലെന്നാണ് AAP വക്താവ് പ്രിയങ്ക കക്കർ ചൂണ്ടിക്കാട്ടിയത്.